അർണവും മോഷമിയും കോളേജ് ക്യാമ്പസിൽ ബെഞ്ചിലിരിക്കുകയായിരുന്നു. അർണവ് തന്റെ ഫോണിൽ എന്തോ നോക്കുകയായിരുന്നു. പിന്നെ മോഷമി പുസ്തകം വായിക്കുകയായിരുന്നു. ഇന്ന് രാത്രി ഒരു അത്ഭുതമായ പ്ലാൻ ഉണ്ട്. എന്ത്? നിന്റെ പ്ലാനൊക്കെ എന്തിനാ രാത്രിയിലിടുന്നത്? ഇന്ന് രാത്രി ആ റാംപൂരിലുള്ള പഴയ കൊട്ടാരത്തിലേക്ക് വ്ളോഗിംഗ് ചെയ്യാൻ പോകുന്നുണ്ട്. എല്ലാവരും അവിടെ പ്രേതമുണ്ടെന്ന് പറയാറില്ലേ? ഞാൻ അവിടേക്ക് വരില്ല. എല്ലാരും അത് പ്രേതത്തിന്റെ കൊട്ടാരമെന്ന് പറയുന്നു. ഷേടാ, ഇതാണല്ലേ ജാലി. പ്രേതം വൈബ്സ്, സസ്പെൻസ്, ത്രിൽ എല്ലാം തന്നെ കിട്ടും. വളരെ എൻജോയ് ചെയ്യാം. അവിടെ എന്ത് എൻജോയ്മെന്റ് ആണ് അർണവ്? നിനക്കെന്ത് വട്ടാണോ? അവിടേക്ക് പോകരുതെന്ന് എല്ലാരും പറയുന്നു. ഞാൻ എന്തായാലും വരുന്നില്ല. ചേടാ, നീ പേടിക്കല്ലേ. ഞാൻ എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. അവിടെ ഉള്ള ലോക്കൽ ഗൈഡ് കമൽ എൻ്റെ സുഹൃത്തായി പോയി. അവൻ നമുക്ക് ആ കൊട്ടാരത്തിനെ ചുറ്റി കാണിക്കും. അർണവ്, നീ വ്ളോഗ് ചെയ്യുന്നെന്ന് പറഞ്ഞ് നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ആ കൊട്ടാരം മൂടിയിട്ടിരിക്കുകയാണ്. അവിടേക്ക് ആരും ചെല്ലാറില്ല. അവിടെ രാത്രിയിൽ വിചിത്രമായ ശബ്ദമൊക്കെ കേൾക്കുന്നെന്ന് എല്ലാരും പറയുന്നു. മോസ്മേ, ഇതെല്ലാം വെറും റൂമേഴ്സ് ആണ്. വ്ളോഗ് ചെയ്യണമെങ്കിൽ ധൈര്യം വേണ്ടുമല്ലോ. ആലോചിച്ചു നോക്ക്. ഒരു പക്ഷേ നമ്മളുടെ വ്ളോഗ് ഹിറ്റായി പോയാൽ ഞാൻ ഒറ്റ രാത്രിയിൽ ഒരു വലിയ സ്റ്റാറായി പോവും. നീ ശരിക്കും ഒരു സ്റ്റാർ ആകുമോ എന്ന് എനിക്ക് പേടിയാകുന്നുണ്ട്. ആകാശത്തിലെ സ്റ്റാർ പോലെ. അർണവും മോഷമിയും രണ്ടുപേരും വീട്ടിലിരിക്കുകയായിരുന്നു. ക്ലോക്കിലേക്ക് നോക്കി. സമയം രാത്രി 10 രണ്ടുപേരും അവരുടെ വണ്ടിയിൽ ക്യാമറ, ട്രൈക്കോൺ, പിന്നെ മൈക്ക് എടുത്തു വെച്ചു. എന്നിട്ട് രാംപൂരിലേക്ക് പുറപ്പെട്ടു. അർണവ് ഒരു ശാന്തമായ സ്ഥലത്ത് ചെന്ന് വണ്ടി നിർത്തി ഹോറൺ അടിച്ചു. ആരുമില്ലാത്ത സ്ഥലത്ത് നീ എന്തിനാണ് ഹോറൺ അടിക്കുന്നത്? കമലാണ് പറഞ്ഞത്. ഇവിടെ വന്നതും ഒരു ഹോറൺ അടി. ഞാൻ വരുമെന്ന് പറഞ്ഞു. അർണവ് ഹോറൺ അടിച്ചതും തന്നെ കമൽ കാട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്നിട്ട് അർണവിന്റെ അടുത്തേക്ക് വന്നു. മോഷമിയെ കണ്ടിട്ട് കമൽ ഞെട്ടിപ്പോയി. നീ ഒറ്റയ്ക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? ഇതാരാണ്? ഇവൾ എൻ്റെ ഫ്രണ്ട് മോസമി. അത് ശരി, ആരും ഇല്ലാതെ ഈ സ്ഥലത്ത് നിന്റെ വീട് എവിടെ ഉള്ളത്? ഈ കാടിന്റെ പുറത്ത് ഒരു നദിയുണ്ട്. ആ നദിക്കരയിലാണ് എൻ്റെ വീടുള്ളത്. കമലും അർണവിന്റെ വണ്ടിയിൽ കയറി ഇരുന്നു. എന്നിട്ടെല്ലാരും റാംപൂരിലേക്ക് പുറപ്പെട്ടു പോയി. അവരെല്ലാം രാംപൂർ ഗ്രാമത്തിലേക്ക് ചെന്നു. ഇപ്പോൾ സമയം രാത്രിയാണ്. അവരെല്ലാരും പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ കൊട്ടാരത്തിനു മുൻപിൽ നിൽക്കുകയാണ്. കാറ്റത്ത് നല്ല തണുപ്പും പിന്നെ മഞ്ഞും മൂടിയിരുന്നു. മൂങ്ങയുടെ നിലവിളി, പിന്നെ ഉണങ്ങിയ ഇലകളുടെ ശബ്ദവും കേൾക്കാൻ തുടങ്ങി. അർണവ് ക്യാമറ ഓൺ ചെയ്തു. ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ ചാനൽ പ്രേത ഇന്ത്യയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ക്യാമറയിൽ വെറും ഇരുട്ട് മാത്രം കണ്ടു. ഒന്നും തെളിവായി കാണാൻ സാധിച്ചില്ല. എന്തിനാ ഒന്നും തെരിയാത്തത്? എൻ്റെ ക്യാമറ റിപ്പയർ ആയി പോയേ എന്തോ. ആദ്യം ആ ക്യാമറ എൻ്റെ ക്യാപ്പ് എടുക്ക്. അതിനുശേഷം അർണവ് ക്യാമറയുടെ കേപ്പ് വെളിയിലെടുത്തു. എന്നിട്ട് റെക്കോർഡിംഗ് തുടങ്ങി. ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ ചാനൽ പ്രേത ഇന്ത്യയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ റാംപൂരിന്റെ ഫേമസ് ആയ കൊട്ടാരത്തിലുണ്ട്. ഇവിടെയാണ് ജഗ്ഗു പ്രേതത്തിന്റെ ഖജാന മറിഞ്ഞിരിക്കുന്നത്. എല്ലാവരും പറയുന്നു ഈ പ്രേതം അക്കാലത്ത് ജമീന്ദാറിന്റെ ആത്മയാണോ. അതാണ് സ്വർണം, വെള്ളി എല്ലാവற்றைയും രക്ഷിക്കുന്നു. പക്ഷേ ആരെങ്കിലും ഈ ഖജാനയെ തൊടാനായിട്ട് ട്രൈ ചെയ്താൽ അവർ തിരിച്ച് വരാനേ പാടില്ല. മോഷമി പുറകിൽ നിന്നുകൊണ്ട് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ആകെ പേടിച്ചിരിക്കുന്നു. പിന്നെ എല്ലാ വശത്തും പേടിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അർണവ്, ഈ സമയത്ത് ഇവിടെ വന്നത് ഒട്ടും ശരിയായില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ പറയുന്നു രാത്രിയിൽ ഇവിടേക്ക് വരരുതെന്ന്. ശരി, വാ, നമുക്കിപ്പോൾ തന്നെ തിരികെ പോകാം. ഷെടാ, ഇതെല്ലാം പേടിപ്പിക്കുന്ന കഥയാണ്. നീ വായടക്ക്. വ്യൂസിന് വേണ്ടി കുറച്ച് ഡ്രാമ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഒന്നും സംഭവിക്കില്ല. ശരി സുഹൃത്തുക്കളെ, ഞാൻ ഞങ്ങളുടെ ലോക്കൽ ഗൈഡ് കമലിന്റെ അടുത്ത് എന്താ കേൾക്കുന്നതെന്ന് വെച്ചാൽ ഈ കൊട്ടാരത്തിന്റെ ഹിസ്റ്ററി എന്താണ്? ശരി കമൽ, നിങ്ങൾ പറയൂ, ഈ ജഗ്ഗുവിന്റെ കഥ എന്താണ്? ജഗ്ഗു ഒന്നും സാധാരണ പ്രേതമല്ല. അദ്ദേഹം ഒരു യക്ഷകനാണ്, സ്വർണങ്ങളെ രക്ഷിക്കുന്നവൻ. 100 കൊല്ലങ്ങൾ മുൻപ് ജമീന്ദാർ രഘുനാഥ് തന്റെ ആസ്തികൾ മൊത്തം ഈ കൊട്ടാരത്തിൽ മറച്ചു വെച്ചു. പിന്നെ ജഗ്ഗുവിന്റെ അടുത്ത് ഇതിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു ശാപവും കൊടുത്തു. ആരെങ്കിലും ഈ ഖജാനയെ തൊട്ടാൽ അവരുടെ ആത്മാ ജഗ്ഗുവിന്റെ അടിമയായി പോവും. അർണവ് തന്റെ ക്യാമറയിൽ കൊട്ടാരത്തിലെ ഉടഞ്ഞ കതകുകളൊക്കെ സൂം ചെയ്തു. ആ കൊട്ടാരം വളരെ പഴമ നിറഞ്ഞതായിരുന്നു. ഉടനെ അകത്തു നിന്നും നല്ലൊരു തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. അർണവ്, മോഷമി പിന്നെ കമൽ കൊട്ടാരത്തിനകത്തേക്ക് കയറി. മോഷമി ആകെ പേടിച്ചിരുന്നു. അവരെല്ലാവരും കൊട്ടാരത്തിന്റെ മെയിൻ ഹാളിലേക്ക് ചെന്നു. അവിടെ പഴയ പെയിന്റിങ്സ്, പൊട്ടിയ ശില്പങ്ങൾ, പിന്നെ വലകൾ നിറഞ്ഞിരുന്നു. അവിടുത്തെ ചുറ്റുപാട് വളരെ ഭയങ്കരമായിരുന്നു. ചുമരിൽ ഒരു യക്ഷിയുടെ ശില്പമുണ്ടായിരുന്നു. അതിന്റെ കണ്ണുകൾ തിളങ്ങിക്കൊണ്ടിരുന്നു.
അർണവ് തന്റെ ടോർച്ച് പിന്നെ ക്യാമറയും എടുത്തുകൊണ്ട് മുൻപിലോട്ട് നടന്നു ചെന്നു. മോശമിയും കമലും പുറകെ നടന്നു ചെന്നു. അർണവ് ആ ശില്പം കണ്ടോ? അതിനെ തുറച്ചു നോക്കുന്നത് പോലെ തോന്നുന്നു. കോളേജിലെ ചെക്കന്മാരും നിന്നെ തുറച്ചു നോക്കും, ഇവിടെ ശില്പങ്ങളും നിന്നെ തുറച്ചു നോക്കുന്നു. നീ എന്തിനല്ല ഇങ്ങനെ കളിയായി എടുക്കുന്നത്? കമൽ, ആ പുതയൽ എവിടെ ഉണ്ട്? അകത്ത് എന്തെങ്കിലും രഹസ്യ വഴിയുണ്ടോ? ആ പുതയൽ കൊട്ടാരത്തിന്റെ അടിഭാഗത്താണുള്ളത്. പക്ഷെ അവിടെ പോകാനുള്ള വഴി വളരെ ആപത്താണ്. നമ്മളെ ജഗ്ഗു എപ്പോഴും ഗവനിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പെട്ടെന്ന് ചങ്ങലയുടെ ശബ്ദം വളരെ ഭയങ്കരമായി കേൾക്കാൻ തുടങ്ങി. അതായത് ആരോ ചങ്ങലയിൽ കെട്ടപ്പെട്ട് അവിടെ നിന്നും നടന്നു വരുന്നത് പോലെ. മോശമി നിലവിളിക്കാൻ തുടങ്ങി. ആരോ ചങ്ങലയിൽ കെട്ടപ്പെട്ടതുപോലെയും അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെയും തോന്നുന്നു. ഇവിടെ എല്ലാം കെട്ടപ്പെട്ടിരിക്കുന്നു. എന്ത്? അതായത് എല്ലാവർക്കും അവിടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങള് എന്തിനാ ഇത്രയും സീരിയസ് ആവുന്നു? ശരി, വാ വ്ളോഗിങ്ങിനെ കണ്ടിന്യൂ ചെയ്യാം. ശരി സുഹൃത്തുക്കളെ, ഞങ്ങൾ ഈ കൊട്ടാരത്തിന്റെ അടിഭാഗത്തിലേക്ക് പോകുന്നു. ഞങ്ങളെ നോക്കിക്കൊണ്ടേയിരിക്കൂ. ഒരുപക്ഷെ നമുക്ക് അവിടെ ആ ജഗ്ഗു പ്രേതം കിട്ടിയാലും കിട്ടാം. ശരി, വരൂ, നമ്മൾ ഇനിയും അകത്ത് പോവാം. അവർ 3 പേരും ഒരു പടിക്കെട്ടിലൂടെ ചെന്നു. അത് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്ന പടിക്കെട്ടാണ്. മോശമി അവിടെയുള്ള ചുമരിൽ രക്തക്കറ പോലുള്ള ചുവന്ന അടയാളങ്ങൾ കണ്ടു. അത് കണ്ടിട്ട് അവൾ കൂടുതൽ പേടിച്ചുപോയി. അർണവ്, മോശമി പിന്നെ കമൽ കൊട്ടാരത്തിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് ചെന്നു. അവിടെ ഇരുട്ട് കൂടുതൽ ഭയങ്കരമായിരുന്നു. ആ ചുമരിൽ പഴയ കാലത്തുള്ള സംസ്കൃത ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു. നടുക്ക് ഒരു വലിയ പൂട്ടിട്ട ഒരു വലിയ പെട്ടി ഉണ്ടായിരുന്നു. അർണവ് ആ പെട്ടിയെ നോക്കി ചെന്നു. അവൻ ആ പെട്ടിയുടെ അടുത്തേക്ക് ചെന്നതും തന്നെ കമൽ അവനെ തടയാനായി ശ്രമിച്ചു. നിൽക്കൂ അർണവ്, ആ പെട്ടിനെ തൊടുന്നതിന് മുൻപ് ജഗ്ഗുവിന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. ഒരുപക്ഷെ തെറ്റായ ഉത്തരം പറഞ്ഞാൽ നമ്മൾ ഇവിടെ വ്ളോഗിങ് ചെയ്യാൻ വന്നതാണ്, ക്വിസ് കളിക്കാൻ ഒന്നും വന്നിട്ടില്ല. ഇതെല്ലാം കള്ളമാണ്. എനിക്ക് ആദ്യം ആ പുതയൽ കാണണം. അർണവ് ആ പെട്ടിയെ നോക്കി ചെന്നു. അവൻ ആ പെട്ടിയുടെ അടുത്തേക്ക് ചെന്നതും തന്നെ ആ കൊട്ടാരത്തിനകത്ത് ഭയങ്കരമായ കാറ്റ് വീശാൻ തുടങ്ങി. പിന്നെ ആ പെട്ടിയിൽ നിന്നും എന്തോ തിളങ്ങുന്നത് പോലെ തോന്നി. അർണവ്, മതി, നിർത്ത്, ആ പൂട്ട് പൊട്ടിക്കല്ലേ. കൊട്ടാരത്തിൽ ഒരു ഭയങ്കരമായ ചിരിയുടെ ശബ്ദം കേട്ടു. യക്ഷന്റെ ശില്പിയുടെ കണ്ണുകൾ ചുവന്ന് തിളങ്ങാൻ തുടങ്ങി. മണ്ടൻ മനുഷ്യ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ പുതയിൽ തൊട്ടിരിക്കും. ആദ്യം എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. നിന്റെ കയ്യിൽ ഒരു വിഷയമുണ്ട്, പക്ഷെ നിന്നെ കൊണ്ട് അത് കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ നീ എപ്പോൾ അത് തുളയ്ക്കുന്നുവോ അപ്പോഴാണ് അതിന്റെ മഹിമ നിനക്കറിയും. ഇത് കേട്ടതും അർണവും മോശമിയും ആകെ പേടിച്ചുപോയി. കമൽ ശാന്തനായി നിന്നു. അവന്റെ മുഖം വളരെ വിചിത്രമായിരുന്നു. സമയമാണ്? ഇല്ല, അത് വിശ്വാസമാണ്. തെറ്റാണ്. നിന്റെ തെറ്റായ ഉത്തരം കൊണ്ട് നിന്റെ പ്രാണം നീ ഇഴക്കണം. ഈ ശബ്ദം കേട്ടതും അർണവും മോശമിയും പേടിച്ചുപോയി. പെട്ടെന്ന് ആ പെട്ടി തന്നെ തുറന്നു. പിന്നെ അതിനകത്തു നിന്നും സ്വർണ്ണ പുക പുറത്തേക്ക് വന്നു. അത് അർണവിനെ പിന്തുടർന്നു വന്നു. ആരെങ്കിലും രക്ഷിക്കൂ, കമൽ എന്നെ രക്ഷിക്കൂ. അർണവ് ഓടാൻ തുടങ്ങി. പക്ഷെ ആ കൊട്ടാരത്തിന്റെ ഭൂത് ബുലാവിൽ അവൻ കുടുങ്ങിപ്പോയി. അവന് പുറത്തു വരാൻ പറ്റിയില്ല. ആ സ്വർണ്ണപ്പുക അവനെ ചുറ്റി വന്നു. അവൻ നിലവിളിച്ചു. പിന്നെ അവിടെ തന്നെ അവൻ മയങ്ങി വീണു. മോശമി പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. കമൽ പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങി. കമൽ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അർണവിന് എന്താണ് പറ്റിയത്? മോശമി, നീ എന്താ കരുതിയത്? ഞാൻ വെറും ഗൈഡാണെന്നോ? അല്ല, ഞാനാണ് ജഗ്ഗുവിന്റെ മുതലാളി. ജഗ്ഗു എന്റെ കൺട്രോളിലാണ് ഉള്ളത്. ഈ കൊട്ടാരത്തിലേക്ക് വരുന്ന എല്ലാവരും എനിക്ക് തരപ്പെടുന്ന ബലിയാണ്. ജഗ്ഗുവിന് പുതിയ ആത്മാക്കൾ ആവശ്യമാണ്. പിന്നെ ഞാൻ അവന് അത് തരുന്നു. കമൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. പിന്നെ അവന്റെ മുഖം ഭയങ്കരമായി മാറാൻ തുടങ്ങി. കമൽ കുറച്ചു സമയത്തിനകം മോശമിയെ നോക്കി. നീ മനുഷ്യനല്ലേ? ഞാൻ മനുഷ്യനായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ജഗ്ഗുവിന്റെ ഭാഗമാണ്. അവൻ എനിക്ക് ശാഖാവരം തന്നു. അതിന് പകരം ഞാൻ അവന് ആത്മാക്കൾ തരുന്നുണ്ട്. അർണവിന്റെ ആത്മാ ഇപ്പോൾ ജഗ്ഗുവിന് സ്വന്തമാണ്. ഇപ്പോൾ ഇത് നിന്റെ ഭാര്യയാണ്. ഇത് കേട്ടതും മോശമി അർണവിനെ വലിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടാനായി ശ്രമിച്ചു.
ഇത് കണ്ടിട്ട് കമൽ ചിരിക്കാൻ തുടങ്ങി. തിരിച്ചു പോ, ശ്രമിച്ചു നോക്ക്. ഇവിടെ നിന്ന് ആരും തിരിച്ചു പോയിട്ടേയില്ല. നിന്നെ കൊണ്ടും തിരിച്ചു പോകാൻ പറ്റില്ല. മോഷമി കമൽ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചില്ല. അവൾ അർണവിനെ വലിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ അവിടെ നിന്നും പുറത്തേക്ക് ചെന്നു. പക്ഷേ മോഷമി കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് ചെന്നതും തന്നെ അവൾ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. പിന്നെ അവൾ രക്തം ഛർദ്ദിച്ചിട്ട് അതേ സ്ഥലത്ത് തന്നെ ഇരുന്നു.